കോൺഗ്രസിലെ യുവ എം.എൽ.എമാർ വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിന് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ചാണ്ടി ഉമ്മനിലാണ് അത് എത്തി നിൽക്കുന്നത്. ഒരു കോൺഗ്രസിന്റെ പരിപാടിയിൽ വിളിച്ചെങ്കിലും അവിടെ എത്താതെ മാറി നിൽക്കുകയാണ് ഈ നേതാക്കൾ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പാർട്ടി നീങ്ങുന്നത്. ഇങ്ങനെ തമ്മിലടിയും ഇത്തരം വിവാദങ്ങളും പാർട്ടിയെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുമല്ലോ. ഈ കോൺഗ്രസിലെ യുവ എം.എൽ.എമാർ പലരും അസംതൃപ്തരാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ കോൺഗ്രസിനുള്ളിൽ പുനഃസംഘടന നടക്കുന്നില്ല. പലർക്കും ഇവരെല്ലാവരും ഈ തങ്ങളുടെ ഈ എം.എൽ.എ സ്ഥാനം നിലനിർത്തണമെങ്കിൽ പാർട്ടിയിൽ സമ്പൂർണമായൊരു അഴിച്ചുപണി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ അഴിച്ചുപണിയുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ആൾക്കാരെ വിവിധ പദവികളിലേക്ക്, പാർട്ടി പദവികളിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഇവരുടെ താല്പര്യം. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഇവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ കഴിയൂ. അത് ഈ പാർട്ടി പുനഃസംഘടന നടക്കാത്തത് ഒരു വലിയ വെല്ലുവിളിയാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ യുവ എം.എൽ.എമാർ തന്നെ വിവിധ ഗ്രൂപ്പുകളാണ്. നമുക്കറിയാം, കോൺഗ്രസിൽ ഗ്രൂപ്പില്ലാത്ത ഒരു കാലം ഉണ്ടായിട്ടില്ല. പണ്ട് AI ഗ്രൂപ്പുകളായിരുന്നു എങ്കിൽ ഇപ്പോഴത് സുധാകരനെന്നും സതീശനെന്നും KC വേണുഗോപാലെന്നും ഒക്കെ പറഞ്ഞ് വിവിധ ഗ്രൂപ്പുകളായി മാറിയിരിക്കുകയാണ്. അതിലേറ്റവും ശക്തനായ ഒരു യുവ നേതാവ് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിന് വെല്ലുവിളിയായി ഉയർന്നു വരാൻ സാധ്യതയുള്ള യുവ നേതാക്കളെയെല്ലാം ഏതെങ്കിലും വിധത്തിൽ വെട്ടി ഒതുക്കാൻ പാർട്ടിക്കുള്ളിൽ ശ്രമം നടക്കുന്നുണ്ട് എന്ന ആക്ഷേപം വ്യാപകമാണ്. ഇവിടെ ചാണ്ടി ഉമ്മൻ, നമുക്കറിയാം, ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ഉമ്മൻചാണ്ടിയോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്തയാളാണ്. ഉമ്മൻചാണ്ടിയുടെ തണലിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്ത ആളാണ്. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു പേരും ഉയർന്നു കേട്ടില്ല. അവിടെ ചാണ്ടി ഉമ്മന് തന്നെ നറുക്കു വീണു. ഇടയ്ക്ക് ഈ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ്റെ പേരാണ് അവിടുന്ന് പ്രവർത്തകർ കൂടുതലായിട്ടും പറഞ്ഞതെങ്കിലും അച്ചു സ്വമേധയാ മാറി നിൽക്കുകയും പകരം ചാണ്ടി ഉമ്മനെ ആ സ്ഥാനത്തേക്ക് ചാണ്ടി ഉമ്മൻ്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ ചാണ്ടി ഉമ്മൻ മത്സരിച്ചു, നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുകയും ചെയ്തു. ഇത് ഈ ചാണ്ടി ഉമ്മനെ പല രീതിയിൽ അവിടെ മത്സരിപ്പിക്കാതിരിക്കാൻ ഏതെങ്കിലും വിധത്തിൽ ചാണ്ടി ഉമ്മൻ്റെ പേര് അവിടുന്ന് ഒന്ന് മാറ്റി നിർത്താൻ വലിയ പരിശ്രമം നടത്തി. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഒറ്റക്കെട്ടായിട്ട് ചാണ്ടി ഉമ്മൻ്റെ പേര് പറയുകയും ചാണ്ടി ഉമ്മൻ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഇത് നമുക്ക് പാലക്കാടേക്ക് വന്നപ്പോഴും നമ്മളത് കണ്ടു. പാലക്കാട് ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് ഷാഫി പറമ്പിലാണ് നിർദ്ദേശിച്ചത്. ഷാഫി പാലക്കാടെന്ന് രാജിവെച്ച് വടകര പോയി മത്സരിച്ച് വിജയിച്ച് MP ആയപ്പോൾ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അങ്ങനെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ സ്ഥാനത്തേക്ക് പാലക്കാട്, അതുകൊണ്ട് തന്നെ ഷാഫിക്ക് അവിടെ ഒരു സേ ഉണ്ട്. ഷാഫിക്ക് നിർദ്ദേശിക്കാം ഒരാളിനെ. കാരണം ഷാഫി പാർട്ടി പറഞ്ഞതനുസരിച്ച് വടകര പോയി മത്സരിക്കുകയും ഈ MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ ഷാഫി അവിടെ നിർബന്ധം പിടിച്ചു ഒരു യുവ നേതാവ് മത്സരിക്കണം എന്ന്. അതേസമയം പാലക്കാട് DCCക്ക് കൃത്യമായിട്ടും അവിടെ അത് പഴയ ഐ ഗ്രൂപ്പിന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർ പാലക്കാട് DCC K മുരളീധരൻ്റെ പേരാണ് ആദ്യം നിർദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹത്തെ സമർത്ഥമായിട്ട് ഒഴിവാക്കി അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരികയും മികച്ച വിജയം നേടുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സിൽ ഒരു തലമുറ മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തലമുറ മാറ്റം വളരെ കൃത്യമായിട്ട് ഈ മുതിർന്ന പല നേതാക്കളും ഇന്ന് മത്സരിച്ച് ജയിക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്ത ഒരു പിടി നേതാക്കൾ കോൺഗ്രസ്സിൽ ഉണ്ട്. അവർക്ക് ഈ ചെറുപ്പക്കാരുടെ കടന്നുവരവ് വലിയ വിഷയമാണ്. ഉദാഹരണത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്ക് സീറ്റുകൾ ഉറപ്പാണെങ്കിലും അതിൽ തന്നെയുള്ള രണ്ടാം നിര നേതാക്കൾ, അവർക്ക് വലിയ വെല്ലുവിളിയാണ് ഈ ചെറുപ്പക്കാർ ഉയർത്തുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ പാർട്ടി അധികാരം, പാർട്ടിയുടെ കടിഞ്ഞാൺ, അത് ഈ മുതിർന്ന നേതാക്കളിൽ നിന്ന് സമ്പൂർണമായിട്ടും എടുത്തു മാറ്റപ്പെട്ട്
ചെറുപ്പക്കാരിലേക്ക് വരണം എന്നൊരു വലിയ വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയാണ്. അതുകൊണ്ടാണ് കെ സുധാകരന് തൻ്റെ സ്ഥാനം ഒഴിയേണ്ടി വന്നത്, KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്നതും അതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യമൊക്കെ ചർച്ചയാണെങ്കിലും വളരെ കൃത്യമായിട്ട് കോൺഗ്രസ്സിൽ ഒരു തലമുറ മാറ്റം കൂടിയേ തീരൂ എന്ന് ആഗ്രഹിക്കുന്ന, അതിന് താല്പര്യപ്പെടുന്ന, അങ്ങനെ നിശ്ചയിച്ചു പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ ഇന്ന് കോൺഗ്രസ്സിൽ വളരെ ശക്തരാണ്. അവരുടെ ഇടപെടലാണ് വാസ്തവത്തിൽ കെ സുധാകരൻ്റെ സ്ഥാനത്യാഗത്തിന് കാരണം. ഇവിടെ ഇപ്പോൾ അങ്ങനെ ചെറുപ്പക്കാരായ ഒരു കൂട്ടം നേതാക്കൾ കടന്നു വരികയും അവർ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ പിടിമുറുക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഈ ചെറുപ്പക്കാരായ നേതാക്കൾ തമ്മിൽ പ്രശ്നമുണ്ട്. ഇവർ പലരും പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ വി.ഡി. സതീശൻ്റെ ഗ്രൂപ്പ് വളരെ ശക്തമാണ്. രമേശ് ചെന്നിത്തലയുടെ പഴയ തിരുത്തൽവാദ ഗ്രൂപ്പ് പിന്നീട് ഐ ഗ്രൂപ്പിലേക്ക് മടങ്ങി ഐ ഗ്രൂപ്പിനെ പിന്നീട് നയിച്ചത്, അതായത് കെ കരുണാകരൻ DIC രൂപീകരിച്ച് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുതിയ പാർട്ടി രൂപീകരിച്ച ഇടതുമുന്നണിയിൽ ചേർന്ന് അങ്ങനെ നിന്ന് മത്സരിക്കുന്ന ആ കാലത്ത് 2005, 2006 കാലത്ത് കോൺഗ്രസിൻ്റെ ആ ഐ ഗ്രൂപ്പിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നയാളാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം പഴയ ഐ ഗ്രൂപ്പുകാരനാണ്, ഇടയ്ക്ക് ലീഡറോട് തെറ്റിപ്പിരിഞ്ഞു പോയതാണ്. അന്ന് തൊട്ട് 2006 മുതൽ കോൺഗ്രസ് മുൻകാലങ്ങളെ പോലെയല്ല. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് മുതലെടുക്കാൻ വലിയ ശ്രമം നടത്തുകയാണ് BJP. അത് നാം അനിൽ ആന്റണിയിലൂടെ കണ്ടു, പത്മജ വേണുഗോപാലിലൂടെ കണ്ടു. അത്തരത്തിൽ 1 ഡസനോളം പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് BJP പാളയത്തിലുണ്ടല്ലോ. അങ്ങനെ ഈ പ്രതിസന്ധിയിലാക്കുന്ന നേതാക്കളും ആ വഴി പിന്തുടരുമോ? അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അന്ന് ഈ രമേശ് ചെന്നിത്തല ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോയി. പക്ഷേ പതുക്കെ നമ്മൾ കാണുന്നുണ്ട് 2015 ആയപ്പോഴത്തേക്കും, 2014-15 ആയപ്പോഴേക്കും BJP വളരെയധികം ശക്തി പ്രാപിച്ചു. 2011 ശേഷം തന്നെ, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ BJP ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന പാർട്ടിയാണ്, അല്ലാതെ ഈ വോട്ട് കച്ചവടത്തിന് വേണ്ടി മത്സരിക്കുന്ന പാർട്ടി അല്ല എന്ന കൃത്യമായ ഒരു നിഗമനം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, അങ്ങനൊരു ഒരു ചിന്ത മുന്നോട്ട് വെക്കുന്നതിൽ BJP വിജയിച്ചു. അപ്പോൾ അത് നമ്മളെ നേമത്തും കാസർഗോഡും മഞ്ചേശ്വരത്തും പാലക്കാടും ഒക്കെ കണ്ടതാണ്, കാട്ടാക്കടയിലൊക്കെ കണ്ടതാണ്. പല മണ്ഡലങ്ങളിലും BJP പറഞ്ഞ പോലെ 3000-4000 വോട്ട് വാങ്ങിച്ചെടുത്തെന്ന് പതുക്കെ അത് 10,000-ലേക്കൊക്കെ വർദ്ധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും ഈ 2011 ശേഷം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ എല്ലാം BJP വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭരിച്ചിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ തന്ത്രങ്ങൾ, രമേശ് ചെന്നിത്തലയുമായിട്ട് ചേർന്നുള്ള ഉമ്മൻചാണ്ടിയുടെ ആ ഒരു കോമ്പിനേഷൻ വളരെയധികം സഹായിച്ചു BJPയെ തടഞ്ഞു നിർത്തുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഭരണം മാറി, അത് LDFിൻ്റെ കയ്യിലേക്ക് പോയി. പിണറായി ഇതിനെല്ലാം സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നയാളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് 2016-ലും 2021-ലും ശക്തമായ ഈ BJPയുടെ മുന്നേറ്റത്തെ ചെറുക്കാനാകാതെ കോൺഗ്രസ് നിലംപരിശായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്നാണ് കോൺഗ്രസിനെ തിരിച്ചുപിടിക്കാൻ, ചെറുപ്പക്കാരെ അണിനിരത്തി തിരിച്ചുപിടിക്കാനുള്ള ശ്രമം വി.ഡി. സതീശനും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ അങ്ങനെയെല്ലാം മുന്നേറുമ്പോഴും ഈ ചെറുപ്പക്കാരായ യുവ MLA-മാരുടെ ഇടയിൽ, യുവ നേതാക്കളുടെ ഇടയിൽ ഒരു പോര്, തമ്മിലടി ദൃശ്യമാണ് കോൺഗ്രസിൽ. അത് കോൺഗ്രസിന് ഒട്ടും ഗുണം ചെയ്യില്ല. അത് കോൺഗ്രസിൻ്റെ നാശത്തിന് കാരണമാകും. ഇപ്പോൾ 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച പിണറായി സർക്കാരിനോടുള്ള ഒരു വിരോധം, അല്ലെങ്കിൽ വെറുപ്പ്, അല്ലെങ്കിൽ അകൽച്ച ജനങ്ങളുടെ ഇടയിൽ പ്രകടമാണ്. അതിനെ സമർത്ഥമായി മുതലെടുക്കാൻ ഇന്ന് കോൺഗ്രസിന് സാധിക്കുന്നുണ്ട് ഒരു പരിധിവരെ. അത് ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ്. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മികച്ച വിജയം നേടി. ചേലക്കരയിൽ മാത്രമാണ് കോൺഗ്രസ് തോറ്റുപോയത്. പക്ഷേ അപ്പോഴും ചേലക്കരയിൽ നേരത്തെ ഉണ്ടായിരുന്ന CPM-ന്റെ ലീഡ് 40,000-ൽ നിന്ന് 10,000-ലേക്ക് കുറയ്ക്കാൻ കോൺഗ്രസിനും BJPക്കും കൂടി സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം കാറ്റ് മാറി വീശുകയാണ്. BJP ഇനി പിടിക്കാൻ പോകുന്നത് ഒരു പക്ഷേ CPM-ന്റെ വോട്ടുകളായിരിക്കും. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിന് ന്യൂനപക്ഷങ്ങളുടെ ക്രോഡീകരണം കോൺഗ്രസിൻ്റെ പെട്ടിയിലേക്ക് ആയിരിക്കും വരിക എന്നുള്ള ഒരു സൂചനയും അത് നൽകുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ്, ഈ യുവ MLA-മാർ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കുള്ളിൽ ഉയരുന്ന വിഷയങ്ങളുമൊക്കെ
തെരുവിലിട്ട് അലക്കാതെ പാർട്ടിക്കുള്ളിൽ സംസാരിച്ച് ഒരു പൊതുവായ തീരുമാനത്തിലെത്തി മുന്നോട്ട് പോയാൽ അത് കോൺഗ്രസിന് വലിയ നേട്ടമായിരിക്കും. തീർച്ചയായിട്ടും ഈ യുവ MLA-മാരെ, യുവ നേതാക്കളെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അത് കോൺഗ്രസിൽ മാത്രമല്ല, എല്ലാ പാർട്ടികളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ തലമുറ മാറ്റം കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ കൂടുതലായിട്ട്, ഏറ്റവും കൂടുതൽ ഇന്ന് യുവ നേതാക്കൾ ഉള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അവിടേക്ക് ഒരു പക്ഷേ രണ്ടാം സ്ഥാനത്ത് BJP ആണെങ്കിൽ CPM മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് വളരെ ശ്രദ്ധയോടെ യുവ MLA-മാർ തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടാകാതെ വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ അവർക്ക് മികച്ച വിജയം നേടി അധികാരത്തിലെത്താൻ സാധിക്കും.